യുകെയിലെ സർക്കാർ ആരോഗ്യ സേവനമായ നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ നീണ്ട കാത്തിരിപ്പ് പട്ടികയിലുമടുത്ത് ശസ്ത്രക്രിയയ്ക്കായി 6800 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തി ബ്രിട്ടീഷ് പൗരൻ 51കാരനായ ജീൻ പോൾ എന്ന ബ്രിട്ടീഷ് പൗരനാണ് യുകെയിൽ NHS നൽകിയ 3 വർഷത്തെ ദീർഘമായ കാലാവധി കാരണം ഇന്ത്യയിലെത്തി ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. സർജറിയിൽ 2 മുട്ടുകളും വിജയകരമായി മാറ്റിവെച്ച ജീൻ പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് വെറും 4 മണിക്കൂറിനുള്ളിൽ എഴുന്നേറ്റ് നടക്കുകയും യുകെയിൽ സ്വകാര്യ മേഖലയിൽ ചികിത്സ തേടിയാൽ ചെലവാകുന്ന തുകയേക്കാൾ 26,000 പൗണ്ട് ഏകദേശം 33 ലക്ഷത്തോളം രൂപ ലാഭിച്ചാണ് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവാനായി തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങിയത്. യുകെയിലെ പൊതു ആരോഗ്യ സംവിധാനം അനുസരിച്ച് ഒരേ സമയം 2 മുട്ടുകളും മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ NHS വഴി ലഭ്യമല്ലായിരുന്നു. ഒരു മുട്ടിൻ്റെ ശസ്ത്രക്രിയ നടത്താൻ തന്നെ 18 മാസത്തെ കാത്തിരിപ്പ് വേണമായിരുന്നു. ആദ്യ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖം പ്രാപിച്ച് അടുത്ത മുട്ടിൻ്റെ ശസ്ത്രക്രിയയ്ക്കായി വീണ്ടും 18 മാസം കാത്തിരിക്കണം. അതായത് മൊത്തം 3 വർഷത്തോളം ജീൻ പോൾ വേദന സഹിക്കേണ്ടി വരുമായിരുന്നു. ബ്രിട്ടനിൽ സ്വകാര്യ മേഖലയിൽ 2 മുട്ടുകളും മാറ്റിവെക്കാൻ ഏകദേശം 40,000 പൗണ്ട് ചെലവ് വരുമായിരുന്നു. ഇത് ജീൻ പോളിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ലണ്ടനിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന ദി മെഡിക്കൽ ട്രാവൽ കമ്പനി എന്ന കൺസൾട്ടൻസിയുമായി ബന്ധപ്പെടുന്നത്. ഇന്ത്യയിൽ അത്യാധുനിക മെഡിക്കൽ സൗകര്യങ്ങളും മികച്ച സർജന്മാരും വെയിറ്റിംഗ് ലിസ്റ്റുകളിലല്ലാതെ കുറഞ്ഞ ചെലവിൽ ലഭ്യമാണെന്ന് മനസ്സിലാക്കിയ ജീൻ പോൾ ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യയിലെത്തിയ ജീൻ പോളിനെ ന്യൂഡൽഹിയിലെ പ്രശസ്തമായ മാക്സ് ഹെൽത്ത് കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിൻ്റെ 2 മുട്ടുകളും ഒരേ സമയം മാറ്റിവെക്കുന്ന ഡബിൾ നീ റീപ്ലേസ്മെൻറ്റ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ശസ്ത്രക്രിയ പൂർത്തിയായി വെറും 4 മണിക്കൂറിനുള്ളിൽ തന്നെ ജീൻ പോളിന് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചു. തുടർന്ന് ആഫ്റ്റർ കെയർ സെൻ്ററിൽ 2 ആഴ്ചത്തോളം താമസിച്ച് തീവ്ര ഫിസിയോതെറാപ്പി പൂർത്തിയാക്കിയ ശേഷമാണ് ലണ്ടനിലേക്ക് ജീൻ പോൾ മടങ്ങിയത്. ഇന്ത്യയുടെ ആരോഗ്യമേഖല ലോകത്തിന് വലിയ സംഭാവനയാണ് നൽകുന്നത് എന്നാണ് ജീൻ പോളിൻ്റെ ഈ ജീവിതകഥ വ്യക്തമാക്കുന്നത്. ആരോഗ്യരംഗത്തും മറ്റ് സാങ്കേതിക വിദ്യകളിലും ഒക്കെ തന്നെ ഇന്ത്യ മറ്റ് പല രാജ്യങ്ങളെക്കാൾ വൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ നടന്ന ഈ വലിയ മുന്നേറ്റം ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൂർണ്ണമായി പ്രയോജനപ്രദമാകണമെങ്കിൽ, അല്ലെങ്കിൽ വിദേശികളെ ആകർഷിക്കുവാനായിട്ട് കൂടുതൽ സാധിക്കണമെങ്കിൽ നമ്മുടെ ട്രാഫിക് സംവിധാനങ്ങളും നഗരങ്ങളുടെ ശുചിത്വവുമൊക്കെ കൂടുതൽ മെച്ചപ്പെടണം. ഗവൺമെൻറ്റും പൗരന്മാരും ഒത്തൊരുമിച്ച് നിന്ന് ഇന്ത്യയെ കൂടുതൽ വികസനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഇന്ത്യ മാത്രമല്ല വളരുന്നത്, ഇന്ത്യയിലെ ഓരോ പൗരന്മാരുമായിരിക്കും. ഇന്ത്യ ഇന്ന് 80ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൻ്റെ പ്രൗഢിയിലും സന്തോഷത്തിലുമായ ഇന്നേ ദിവസം കണ്ടിരുന്ന കേട്ടിരുന്ന എല്ലാവർക്കും ഐറിഷ് ടുഡേയുടെ ഒരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.